ഞാനിവിടെ ബ്രെഡ് റോൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിന് ഞാൻ മല്ലിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് മൈദ, ഉപ്പ്, മുളക് പൊടിച്ചതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. തക്കാളി അധികം പഴുക്കാത്തത് വേണം, നിർബന്ധമില്ല കേട്ടോ. വല്യുള്ളി, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതേപോലെ ബ്രെഡ് പിന്നെ നമുക്ക് മെയിനാണല്ലോ. അപ്പോൾ ഈ മുട്ടയും മൈദയും ഉപ്പ് ഇട്ടുകാണ്ട് പിന്നെ അതിലേക്ക് വെള്ളം ചേർക്കുക. പാൽ വേണ്ടവർക്ക് പാൽ ചേർക്കുക. ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിൽ മുളക് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ മുളക് ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കും ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏത് മോഡലാണ് വേണ്ടിച്ചാൽ ആ മോഡലിൽ അതിന് മേലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് വേറെ കട്ട് ചെയ്തെടുക്കുക. ബീൻസ് പൊടിയായിട്ട് വേറെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മല്ലിൻ്റെ ഇല ഇത്ര കൂടുതലൊന്നും ആവശ്യമില്ല, ഞാൻ ഉള്ളപ്പോൾ അരിഞ്ഞെന്നുള്ളൂ. അതേപോലെ ബീൻസ്, ക്യാരറ്റ്, വല്യുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളി, മല്ലിൻ്റെ തണ്ട് ഭാഗമാട്ടെ, ഇലഭാഗമല്ലത്, അങ്ങനെ ഇതെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വരണം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ബാറ്ററി തയ്യാറാക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. അതായത് ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് വരാം. ബ്രെഡ് പോളയിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ മിക്സിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഞാൻ വെള്ളത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്, നിങ്ങൾക്ക് പാലിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര വലിപ്പമുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പൊടി ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ 4 ബ്രെഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ദോശമാവിൻ്റെ അളവാണ് വേണ്ടത് കേട്ടോ. നമ്മൾ സാധാ ദോശ നെയ് റോസ്റ്റ് ഒഴിക്കുമല്ലോ, അതുപോലത്തെ അല്ല, അതിലേറെ കുറച്ചും കൂടി ലൂസായിട്ട് വേണം. അധികം തിക്കായിട്ട് വേണ്ട. നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് പിടിച്ചിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഞാൻ മസാലക്കൂടി ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഇടാതെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ പച്ചക്കറികൾ നന്നായിട്ട് ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കൂടുതൽ നേരമൊന്നും അടച്ച് വെക്കരുത്, കാരണം ഇതിൽ നിന്ന് വെള്ളം വരും. വെള്ളം വന്നാൽ നമ്മളെ ബ്രെഡിന് ഓട്ടാവും. അപ്പോൾ നമുക്ക് റോളാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ പോളക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അതിൻ്റെ മേലെ മാവ് വയ്ക്കണതുകൊണ്ട്. അപ്പോൾ ഈ തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാൽ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കും ചെയ്യാം. അപ്പോൾ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, അതൊന്നുണ്ട് വെന്ത് വരട്ടെ. അങ്ങനെ മൂടി വെക്കാതെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടിട്ട് കേട്ടോ. ഞാൻ ഇതിൽ ഒഴിച്ചത് ഇന്ന് ബ്രോസ്റ്റ് പൊരിച്ച എണ്ണയാണ്. അപ്പോൾ കോഴിൻ്റെ എണ്ണ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ എണ്ണ തന്നെ ഒഴിച്ചത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മൂടി വെക്കാത്തതിനാണ് വേവിച്ചെടുത്തത്. ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 3/4 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ ഉപ്പും എരിവും ഉണ്ടാകുന്ന നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങൾക്കനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നമ്മൾ പച്ചമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയപ്പോഴും പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ചൂടാറാൻ വെക്കണം. അപ്പോഴേക്കും ഒരു പാത്രത്തിൽ വെള്ളം വെക്കാം.
എന്നിട്ട് നമുക്ക് ആ ബ്രെഡ് ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കണം. അതെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ 2 ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ആവിക്ക് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓടക്കോയിലെടുത്ത് പരത്തിയാൽ മതി. നമ്മളിങ്ങനെ ആവിക്ക് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്നത് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു ഓട്ടപാത്രം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് ഞാൻ ആവിക്ക് വെച്ച് നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ കൂട്ടിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. അത് റോളായി വരണമെന്നൊന്നുമില്ല, ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് ഉള്ള റോളുകൾ എടുത്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ റോളും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് എന്നിട്ട് ഒന്ന് നമ്മൾ നെയ്യിൽ വാട്ടിയെടുക്കും, നെയ്യിലോ എണ്ണയിലോ വാട്ടിയെടുക്കണം. അപ്പം ഇങ്ങനെ എല്ലാ റോളും ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. ഈ ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് 4 റോൾ ഉണ്ടാക്കാനുള്ള കറക്റ്റ് 4 റോളേ ഇതിൽ കൊള്ളുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ ഇത്രയൊന്നും കൂട്ട് വേണ്ട. അപ്പോൾ ഈ കൂട്ട് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിത് വെക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുക്കണം. തീ വളരെ കുറഞ്ഞ തീയിലാണ് ഇത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആ ബാറ്ററിൽ ഞാൻ കുറച്ച് ഈ കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ പരന്ന് കിടക്കണ പോലെ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ഓരോ റോളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മളെ റോള് മുങ്ങിക്കിടക്കണം ഈ മാവിൽ. ഈ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നേരം മൂടിയിട്ട് കൊടുക്കാം. വളരെ ചെറിയ തീയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതിങ്ങനെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഇതായിട്ട് കുത്തി നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ മറിച്ചിടാൻ ബുദ്ധിമുട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വേറൊരു പാന് വെക്കുക. ഇതേപോലെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ അങ്ങനെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതിങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. ഈ പോള അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ബ്രെഡ് റോള് ചെയ്തിട്ടാണ് ഇത് ഞാൻ പോള ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാനായിട്ട് ഞാൻ ഇവിടുന്നും കണ്ടതല്ല, ഞാനായിട്ട് ഇന്ന് സ്വയമായിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ പോളൻ്റെ പ്രത്യേകത കണ്ടോ, ബ്രെഡ് റോൾ ചെയ്ത് വെച്ചത് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.